ഹായ് കൂട്ടുകാരെ, ഒരു കപ്പ് ദോശമാവ് കൊണ്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി ഐറ്റാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു സവാളയും ഒരു തക്കാളിയും ചെറുതായി മുറിച്ചെടുത്ത് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ അരച്ച് വെച്ച മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആ സവാളയുടെയും തക്കാളിയുടെയും ഒക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ചിക്കൻ പൗഡർ 1/4 ടീസ്പൂൺ. ഇവ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ആ പച്ചമണം മാറുന്ന പോലെ നന്നായി വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ട പൊട്ടിച്ചിട്ട് ഇളക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിപ്പോൾ മുട്ട കുത്തി പൊരിക്കുന്ന പോലെ ഞാൻ ഇതുപോലെ വഴറ്റിയെടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ദോശമാവാണ്. ദോശമാവ് ചെറിയ ചെറിയ ദോശകളായിട്ട് പരത്തിയെടുക്കുക കേട്ടോ. ഇതിന് 2 പുറവും തിരിച്ചും മറിച്ചിട്ടിട്ട് പരത്തിയെടുക്കുക. ഈ ദോശ കഴിക്കാനായിട്ട് താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത്. കണ്ടോ, ദോശ ഇപ്പോൾ 2 വശവും ഞാനിത് ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുക്കിലായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ആ എഗ്ഗിൻ്റെ മിക്സ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്പൂൺ വെച്ചിട്ട് പിന്നെ ഫോർക്ക് വെച്ചിട്ട് അരികുവശം കണ്ട ഇങ്ങനെ ഒരു ഡിസൈൻ ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ കാണാനും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തു മാറ്റാം. ഇപ്പോൾ ഇത് എല്ലാം ഇതുപോലെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദോശ കഴിക്കാനായിട്ട് ഇഷ്ടമില്ലാത്ത കുട്ടികൾ ഇത് വേഗം കഴിച്ചോളും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ വെറൈറ്റി സ്നാക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക.